നമ്മുടെ LDC പരീക്ഷ ഇനി എഴുതാൻ പോകുന്നവർ ഇപ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റഡി മെത്തേഡ് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ആ ചോദ്യ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് സബ്ജക്റ്റുകളിൽ SCERT നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബേസിക്കിലാ കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു കാര്യം, ഇനി ഈ മാസം പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടർ, നിങ്ങൾക്കും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാടെണ്ണം വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള കാര്യം അത് മുഴുവനായി വായിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. പിന്നുള്ളൊരു കാര്യം, ഈ 4 ഓപ്ഷനും അറിയാമെങ്കിൽ മാത്രമല്ല നമുക്ക് ഈ കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നത്. ആ ചോദ്യം ഏത് സബ്ജക്റ്റിൽ നിന്നാണോ വന്ന ആ ഒരു കണ്ടൻറ്റ് നമ്മൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിൽ നമുക്കറിയാമെന്നുള്ള അതിലുണ്ടാകും. അത് വെച്ച് നമ്മൾ കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്തണം. അതിനായിട്ട് മുഴുവൻ വായിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നമ്മളൊരു യൂണിഫോം പോസ്റ്റിന് വേണ്ടിയല്ല എഴുതുന്നത്, അതിനേക്കാൾ കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മൈൻഡ് എപ്പോഴും ഉണ്ടാകണം. പിന്നെ എക്കണോമിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അതുമായി റിലേറ്റ് ചെയ്തുള്ള ആനുകാലിക ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് LDC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരു 3 ടെലഗ്രാം ചാനൽ ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്കത് കണ്ടപ്പോൾ ഫോളോ ചെയ്തപ്പോൾ ഓക്കെയാണെന്ന് തോന്നി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ ഇല്ലയെന്ന് നോക്കുക. കറണ്ട് അഫയേഴ്സ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഓഡിയോ ക്ലാസ്സൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് ഓക്കെ ആണോ ഇല്ലയെന്ന് നോക്കുക. ഇനിയിപ്പോൾ പഠിച്ചവർക്ക് റിവിഷൻ ചെയ്യാനും അല്ലാതെ പുതുതായി വായിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓഡിയോ ക്ലാസ്സായിട്ടൊക്കെ കേട്ട് പഠിക്കാൻ പറ്റിയേക്കും. ഇനിയുള്ള മാസങ്ങളിൽ LDC പരീക്ഷ എഴുതാൻ പോകുന്നവരിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ഉണ്ടാകും. നിങ്ങൾ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി ഫോക്കസ് ചെയ്ത് വേണം ഇനി പഠിച്ചു വരാൻ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, പിന്നെ സയൻസ്, SCERT നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റർ വായിക്കണമെന്നുള്ളത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് വരണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി കൂടുതൽ മാർക്ക് ചോദിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതൊക്കെ മുൻപേ പഠിച്ച് തീർക്കാൻ നോക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യം ഒന്ന് റിവിഷൻ ചെയ്ത് പോകാനും പഠിക്കുന്നത് സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റുമെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടും എന്തായാലും.